ഗുഡ് മോർണിംഗ്. ഞാൻ അംസക്കുട്ടിയാണ്. ബഹുമാനപ്പെട്ട ജനങ്ങളെ, ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയണത്, ജനം കഴുതയല്ല സാർ. അത് പറയാൻ കാരണം, ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് പല ആളുകളും കടപുഴകി വീണു. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കി. ആരാണ് തോൽക്കേണ്ടതെന്ന് പാർട്ടികൾ നോക്കാതെ ജനങ്ങൾ തീരുമാനിച്ചു. അവരത് നടപ്പിലാക്കി. പോട്ടെ, അനുഭവമാണ് ഗുരു. അത് എല്ലാവർക്കുമുള്ളൊരു പാഠമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുള്ളൊരു പാഠമാണ്. ജനങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ, അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ ജനങ്ങൾ ക്ഷമിക്കും. പക്ഷേ വല്ലാതെ ക്ഷമിക്കൂല. ക്ഷമൻ്റെ അതിര് വിട്ടപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു, പാർട്ടി നോക്കാതെ. അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏത് കക്ഷിക്കാണോ മുൻതൂക്കമുള്ളത് അതും വിചാരിച്ചിട്ട് നിയമസഭ ഇതുപോലെ ജയിക്കുമെന്ന് സ്വപ്നങ്ങൾ നടക്കണ്ട. ജയിക്കും. ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നാലേ നിയമസഭ ഇതേപോലെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പല അനുഭവങ്ങളും നമ്മുടെ മുൻപിൽ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സാധാരണക്കാരൻ്റെ ഒരു എളിമയോടുകൂടിയുള്ളൊരു സംസാരമാണിത്. അത് എല്ലാവരും ഗൗരവത്തിലെടുത്താൽ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓക്കെ, താങ്ക് യു.